ഹലോ, ഇന്ന് നമുക്ക് നല്ല ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അടിപൊളി ഒരു എഗ് മസാല റാപ്പ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഈ ഒരു എഗ് മസാല റാപ്പ്. അപ്പോൾ കഴിക്കുമ്പോൾ ഓരോ ബൈറ്റിലും അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി തിന്നാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ആദ്യം തന്നെ നമുക്കിതാ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം വെളിച്ചെണ്ണൻ്റെ അളവ് കൂടാനും പാടില്ല കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലോട്ട് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നേരിയ രീതിയിൽ നമ്മൾ മസാലക്കൊക്കെ അരിയില്ലേ, ആ ഒരു രീതിയിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിച്ചതുമാണ്. അപ്പം നമ്മൾ ഇതിൽ കൂടുതൽ മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. വളരെ കുറച്ച് മാത്രം പൊടികളാണ് ചേർത്തിട്ടുള്ളൂ. ഇനി ഇവയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അവസാനമായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 2 മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ ഉണ്ണി വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, വെള്ളം മാത്രം എടുക്കാം. ഞാനിപ്പം 2ഉം കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനാൽ നമ്മുടെ ഈ ഒരു എഗ് മസാല റെഡിയായി. ഇനി നമുക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉണ്ണി വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല ഉണ്ടാക്കിയിട്ടുള്ള അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ മുട്ട നമുക്കിങ്ങനെ കുറച്ചായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ചെറിയ ഓംലേറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ ആറുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഒരു ചപ്പാത്തി ഈ ഒരു മുട്ടയുടെ മേലയിൽ വെച്ചെടുക്കാം കേട്ടോ. ആ ഒരു മുട്ടയും ചപ്പാത്തിയും കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ചപ്പാത്തി ഓൾറെഡി കുക്കായത് കൊണ്ട് തന്നെ നമുക്ക് വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഓംലേറ്റ് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ബാറ്റർ ഒഴിക്കുക. അതിനുശേഷം ഒരു ചപ്പാത്തി അതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ മൊത്തം 3 ചപ്പാത്തി റോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇനി നമുക്കൊരു ചപ്പാത്തി എടുക്കാം. ഇതിൻ്റെ മേലിൽ നമ്മുടെ ആ ഒരു എഗ് മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് നടുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ആവശ്യത്തിനുള്ള മസാല വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു മുറി നാരങ്ങയുടെ കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2-3 ഡ്രോപ്സ് ഇതിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മസ്റ്റാണ് കേട്ടോ, ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു പുളിപ്പോട് കൂടിയിട്ടുള്ള ഇത് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒരു 2-3 തുള്ളി നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്കാറ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതിയാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ഇതൊരെണ്ണം മാത്രം മതിയാകും. നമുക്ക് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് മുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മുട്ടയോടെ തന്നെ കാര്യം കഴിയും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.